2023 നീറ്റ് എക്സാമിനേഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഫണ്ടമെന്റൽ ഹാർമോണിക് പ്രൊഡ്യൂസ്ഡ് ബൈ an open pipe to that of a closed pipe having same lengths. ഇപ്പോൾ ഇവിടെ ഓപ്പൺ പൈപ്പിന്റെ കേസ് ഞാൻ ആദ്യം പറയാം. നമുക്കറിയാം ഫസ്റ്റ് ഹാർമോണിക് ന്യൂ1 എന്ന് പറയുന്നത് v/2l ആണ് അല്ലേ. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട്, l എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പൈപ്പ് ആണ്. ന്യൂ2 എന്ന് പറയുന്നത് 2 × v/2l, ന്യൂ3 എന്ന് പറയുന്നത് 3 × v/2l. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, എല്ലാ ഹാർമോണിക്സും പ്രസന്റ് ആണ്. ഇതിനെ നമ്മൾ ഫണ്ടമെന്റൽ നോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയും. ഇതിനെ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയും അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ. ഇത് തേർഡ് ഹാർമോണിക് അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ. ഇനി ക്ലോസ്ഡ് പൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ക്ലോസ്ഡ് പൈപ്പിൽ നമുക്കറിയാം ഈവൻ ഹാർമോണിക്സ് മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉണ്ടാവൂ. നമുക്ക് എഴുതാം ന്യൂ1 ഒന്നാമത്തെ കേസ് എഴുതുന്ന സമയത്ത് v/4l എന്ന് എഴുതാം. രണ്ടാമത്തെ കേസ് ന്യൂ2 എന്ന് പറയുന്നത് 3v/4l ആണ്. തേർഡ് ഹാർമോണിക് ആണത്. ന്യൂ3 എന്ന് പറയുന്നത് 5v/4l ആണ്. ഇവിടെ നോക്കുമ്പോൾ ഫണ്ടമെന്റൽ നോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നത് v/4l ആണ് ക്ലോസ്ഡ് പൈപ്പിൽ, v/2l ആണ് ഓപ്പൺ പൈപ്പിൽ. സെയിം ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവരുടെ റേഷ്യോ ആണ് ചോദിക്കുന്നത് അല്ലേ. ഫണ്ടമെന്റൽ ഹാർമോണിക് ഇൻ ഓപ്പൺ പൈപ്പ് ടു ക്ലോസ്ഡ് പൈപ്പാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്പൺ പൈപ്പ്, ന്യൂ ഓപ്പൺ പൈപ്പ് ടു ന്യൂ ക്ലോസ്ഡ് പൈപ്പ്, ഫണ്ടമെന്റൽ ഹാർമോണിക്കിന്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കേസ് എടുക്കാം. v/2l ആണ് ഓപ്പൺ പൈപ്പ്, v/4l ആണ് ക്ലോസ്ഡ് പൈപ്പ്. അപ്പോൾ റേഷ്യോ എഴുതാം v/2l by v/4l. ഇവിടെ v/2l into 4l divided by v എന്ന് വരും. ഇവിടെ vയും vയും കട്ട് ചെയ്താൽ vയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് l കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4/2 എന്ന് ആൻസർ വരും. അല്ലെങ്കിൽ 2:1 ആണ് കറക്റ്റ് ആൻസർ. 2:1 അല്ലെങ്കിൽ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ.